നമുക്ക് വീട്ടിൽ പിടിച്ച മാങ്ങ പിച്ചെടുത്താലോ? ഇതിൽ നല്ല വലിപ്പമാവും കേട്ടോ, ഒരു തേങ്ങയോളം വലിപ്പമാവുന്ന മാങ്ങയാണ്. പക്ഷെ നമ്മൾ അതിന് മുന്നേ ഇവിടെ പറിച്ചെടുക്കുകയാണ് കേട്ടോ. കുറേയൊക്കെ താഴെ നിന്നത് കുഞ്ഞു തോട്ടയ്ക്ക് ഇതുപോലെ പിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ എന്തോ പ്രശ്നം എന്ന് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത് ഡയറക്റ്റ് ഇന്റർലോക്ക് എന്നല്ലേ പറയുന്നത്, ഇന്റർലോക്കിലേക്ക് വന്ന് വീണിട്ട് മാങ്ങ ഇതുപോലെ പൊട്ടിപ്പോകാറുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ കുറേയൊക്കെ നമ്മൾ അങ്ങനെ പിച്ചി എടുത്തിട്ടുണ്ട്. പിന്നെ വലുതൊക്കെ, അതായത് കുറച്ച് പൊക്കത്ത് നിൽക്കുന്നത് വലിയ തോട്ടയ്ക്ക് ഉണ്ണിക്കുട്ടനാട്ടോ പിച്ചി തരുന്നത്. പിന്നെ ഈ മാങ്ങയുടെ ഒരു പ്രശ്നം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത് പഴുക്കാൻ സമ്മതിക്കാൻ കൊള്ളത്തില്ല കേട്ടോ. പഴുത്ത് കഴിഞ്ഞാൽ അത് കറുത്ത് പോത്തേ ഉള്ളൂ. പക്ഷെ ഒരുവിധം പാകമായി കഴിഞ്ഞാൽ ആ ഒരു മധുരത്തിൽ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉത്സവം പ്രമാണിച്ച് അവിടെ ലൈറ്റ് സെറ്റിങ്ങും പന്തലിടലും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇനി ഒരു 3 ദിവസം വലിയ ബഹളമായിരിക്കും കേട്ടോ. അങ്ങനെ മാങ്ങയൊക്കെ ഇവിടെ പിച്ചിട്ടുണ്ട്. ഇതുപോലെ അടി പൊട്ടി പോകണോണ്ട് തന്നെ മാങ്ങ നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ കിട്ടാറില്ല. അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ച് പിച്ചി എടുക്കണം. അങ്ങനെ മാങ്ങയൊക്കെ പിച്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മാവിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു മാവ് ഇവിടെ നട്ടിട്ട് 10 വർഷത്തിനപ്പുറം ആവുന്നുണ്ട്. അതായത് നമ്മളിവിടെ താമസത്തിന് വന്നിരുന്ന സമയത്താട്ടോ നട്ടിട്ടുണ്ടായിരുന്നത്. അന്ന് കുഞ്ഞൊരു തൈയായിട്ട് നിന്ന് ഈ ഒരു 10 വർഷത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നത് നട്ട് കഴിഞ്ഞൊരു 5-6 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊന്നും ഇതിനകത്ത് മാങ്ങ പിടിച്ചിട്ടുണ്ടെന്ന്. ഇപ്പം നമ്മുടെ മാവ് ഇത്രയും വലുതായിട്ടുണ്ട് കേട്ടോ. അവിടെ തന്നെ നമ്മളൊരു ബുദ്ധൻ്റെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. സത്യം തന്നെ മുറ്റത്ത് ഒരു തുള്ളി പോലും വെയിലടിക്കത്തില്ല കേട്ടോ. ഒരു തുള്ളി മീൻസ് കുറച്ച് പോലും വെയിലടിക്കത്തില്ല. അത്രയും നല്ല തണലാണ് കേട്ടോ മാവ് തരുന്നത്.